കഴിക്കാൻ. എന്താണ് നീ ഒരു കല്യാണം കഴിച്ചാൽ? ഇനിയിപ്പൊ നിനക്ക് കല്യാണം വേണ്ട എങ്കിൽ വേണ്ട. സിംഗിളായിട്ട് ഞാനൊരുത്തന്നെ ഇവിടെ നിൽപ്പില്ലയോടാ. അച്ഛൻ തിങ്കളാഴ്ച മാത്രമല്ല നിൽക്കുന്നത്, വെള്ളിയാഴ്ച നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, തിങ്കളാഴ്ച നിൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സിംഗിളായിട്ട് ഞാനിവിടെ നിൽക്കുവല്ലേ, എനിക്കൊരു കല്യാണം കഴിച്ചു എന്നുകൂടെ നിനക്ക്? അത് ശരി, വയസ്സാം കാലത്ത് അച്ഛന് കെട്ടാനായിരുന്നു. ഞാനിവിടെ നിപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് 40-45 വർഷമായി. ഇപ്പൊ പറയുവാണ് കല്യാണം കഴിക്കണമെന്ന്. പിന്നെ ഇച്ചിരി കുഴമ്പെടുത്ത് മുതുകത്ത് തേച്ചു കൊടുക്കുമ്പോ പാമ്പിന്റെ പടം പൊളിയുന്ന പോലാണ് തൊലിയെല്ലാം കൂടെ ചുളുങ്ങി പോകുന്നത്. എന്നിട്ട് പറയുന്ന ഈ പ്രായത്തിൽ കെട്ടണമെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. എനിക്കിത് കേൾക്കണമടാ, കേൾക്കണം. കേൾക്കേണ്ട അവസ്ഥയില്ല. നിർത്തോന്ന് തോന്നില്ല. സെന്റിമെന്റ്സ് തുടങ്ങി. ഈ സെന്റിമെന്റ്സ് അടിച്ചോണ്ടിരിക്കുമ്പോ അടുത്തുള്ള തുറക്കാര് ചോദിക്കുന്ന ഇവിടെ റേഡിയോ നാടകം വെച്ചെന്നാണ്. പിന്നെ ഇപ്പൊ ഏങ്ങലടിയും കരച്ചിലും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. ഈ ഭാർഗവ എന്ന് പറഞ്ഞ് കരഞ്ഞത് നിങ്ങൾ വിചാരിക്കുക എന്റെ അമ്മയെ ഓർത്ത് കരയാന്ന്. ഇപ്പൊ ഏങ്ങലടിയും കരച്ചിലും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. ഈ ഭാർഗവ എന്ന് പറഞ്ഞ് കരഞ്ഞത് നിങ്ങൾ വിചാരിക്കുക എന്റെ അമ്മയെ ഓർത്ത് കരയാന്ന്. ഒരു ദിവസം രാവിലെ പണിക്ക് പോയി, വൈകുന്നേരം ആയപ്പോ എന്നെ വിളിച്ച് ചോദിക്കുവാണ് അച്ഛൻ കഴിച്ചിട്ട് വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും വെക്കണ്ടല്ലോ, കഴിച്ചിട്ട് വന്നോ. വൈകുന്നേരം ആയപ്പോ ഭാർഗവ്യം കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്നു. എന്നിട്ട് എന്നോട് പറയാണ്, മോനെ ഇതാണ് നിന്റെ പുതിയ അമ്മ, വേണേ ഒന്ന് അനുഗ്രഹം മേടിച്ചോന്ന്. ഭാർഗവിക്ക് എന്ത് പറഞ്ഞാ കുഴപ്പം? അവൾ ഈ വീട്ടിലെ വിളക്കല്ലായിരുന്നോടാ? വിളക്കല്ല, അവര് തീപ്പന്തമായിരുന്നു. തീപ്പന്തം 355 വീടിയാണ് അവര് കത്തിച്ച് പുക മേപ്പോട്ട് വിടുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ പുകയെല്ലാം കൂടെ മേഘത്തിൽ ചെന്ന് ഇവിടെ മഴ പെയ്തിട്ടുണ്ട്, അറിയാവാ. അതും മാത്രമല്ല, അവര് വിട്ട പുക കാരണം എനിക്ക് 4 പോലീസ് കേസാണ്. അവര് പുക വിട്ടാൽ എന്താ നിനക്ക് കേസെടുക്കുന്നത്? പോലീസുകാർ വരുവാണ് ഞാൻ അനധികൃതമായിട്ട് ഇവിടെ ഏതോ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ടെന്ന്, അതിന്റെ പുകയാണെന്ന്. അവസാനം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടാണ് ആ കേസിന്ന് ഞാൻ ഊരിയത്, അറിയാവാ. എന്റെ തമ്പുരാനെ, ഇത് എന്തൊക്കെയാണോ ചാടി കേൾക്കുന്നത്? അല്ല അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ പിന്നെ ആരെ? ഭാർഗവി. അത് വേറൊരു കഥ. ഈ ഭാർഗവി എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു. ആര് പറഞ്ഞാൽ അവർക്ക് കണ്ണ് കാണത്തില്ല? നിനക്ക് അങ്ങനെ അറിയാം? കണ്ണ് കാണായിരുന്നെങ്കിൽ അച്ഛൻ വിളിച്ചപ്പോ കൂടെ ഇറങ്ങി വരുവോ അവര്? അത് മാത്രമല്ല, ഒരു ദിവസം കടലിൽ പോയി നടുവ് വെള്ളമാക്കി ഞാൻ ഇവിടെ വന്ന് കിടന്നപ്പോ അവരെന്താ കാണിച്ചെന്നറിയാവോ? നടുവിനെ വെള്ളം കോരി കളഞ്ഞോ? അല്ല, എന്തുവാ മുറുക്കാൻ ചവച്ചട്ടെ കോളാമ്പിയാന്നും പറഞ്ഞ് എന്റെ ചെവിക്കകത്ത് തുപ്പി ചവച്ചട്ടെ കോളാമ്പിയാന്നും പറഞ്ഞ് എന്റെ ചെവിക്കകത്ത് തുപ്പി വെച്ച് ഒറ്റ ഓടിക്കലായിരുന്നു ഞാൻ അവരെ. നീ മിണ്ടരുതാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലോ ആ ഭാര്യയുടെ മോളെ കല്യാണം കഴിക്കാൻ. മിണ്ടിപ്പോരുത് ഭാർഗവിയുടെ കാര്യം. എന്ത് പറഞ്ഞാലും ഒരു അമ്മച്ചിമാരുണ്ട്. ഈ ഭാർഗവിയുടെ മോളെ കെട്ടാൻ പറഞ്ഞ എന്തിനാന്നറിയാവാ? അവിടെ ചെന്നിട്ട് ഈ ഭാർഗവി എന്ന് പറഞ്ഞ അമ്മച്ചിയെടുത്ത് പറയുവാണ്, എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കാരാകുമല്ലോ, അപ്പൊ ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ അവൻ വന്ന് വഴക്കുണ്ടാക്കത്തില്ലെന്ന്. അതൊക്കെ ഞാൻ അറിഞ്ഞ് ഇനി ഭാർഗവിയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. ആഹാ, പറഞ്ഞു അങ്ങ് കേറി വന്നു. എവിടെ പോവാ? നിന്നോട് എത്ര ആളോട് പറയണ ഒരു കല്യാണമൊക്കെ കഴിക്കുക, അല്ലാതെ കഴിക്കുന്നത്? എന്താണ് നിനക്ക് കുഴപ്പം? അച്ഛനോട് ഇനിയെങ്കിലും ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അച്ഛാ. എന്റെ പൊന്നുമക്കളെ, ഇത് അച്ഛനോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാനല്ലോ. അയ്യോ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തുവാ പ്രശ്നം? ഞാൻ കല്യാണം കഴിക്കാൻ അവള് സമ്മതിക്കത്തില്ല. ഏതവളാടാ എന്റെ മോളെ കല്യാണം മുടക്കാൻ ഇവിടെ? മീനാക്ഷി, ഭാർഗവി, തങ്കമ്മ, ഇങ്ങോട്ടറിഞ്ഞു വാടി. ആഹാ, എന്റെ മോളെ കല്യാണം മുടക്കുന്നത് ഈ തുറയിൽ ആരാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ അറിയണവാ. ചെമ്പൻ കുഞ്ഞിൽ നിന്ന് പൊളക്കുന്നു. എന്ത് പറഞ്ഞാലും ഭാർഗവിയും തങ്കമ്മയും മീനാക്ഷിയും ഇവരാരുമല്ല എന്റെ കല്യാണം മുടക്കിയേക്കുന്നത്. ആരാടാ? ഞാൻ ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. എന്റെ പൊന്നു മക്കളെ, ഇത് അച്ഛനോട് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അച്ഛൻ നടത്തി തരുമല്ലോടാ ഈ കല്യാണം. പറ, എവിടാ അവരുടെ വീട്? കുറച്ച് ദൂരെയാണ്. ദൂരെയാന്നേ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ചങ്ങ് പോവാം. ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അടുത്ത ഞായറാഴ്ച അവരോട് ഇങ്ങോട്ട് വരാൻ പറ. നമുക്ക് ഇവിടെ ഇരുന്നൊരു തീരുമാനമെടുക്കാമല്ലോ. അവർക്കാർക്കും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ഇരുന്നൊരു തീരുമാനമെടുക്കാമല്ലോ. അവർക്കാർക്കും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ലെന്ന്. എന്റെ പൊന്നു തമ്പുരാനെ, ഇതെങ്ങനെയാ ശരിയാവുന്നത്? ഇവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ നടക്കൂടാ ഈ കല്യാണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അമ്മയുടെ പേരൊന്ന് പറയും. എനിക്കറിയാവുന്ന നോക്കട്ടെ, ഞാൻ പോയി. ഓ, അപ്പോഴും അതാണ് പുള്ളിക്കാരൻ അറിയേണ്ടത്. ഇവരുടെ അമ്മയുടെ പേര് കടലമ്മ. ആഹാ, നീർക്കുന്നത്തെ കമലമ്മയുടെ മോളാന്ന്. പിന്നെ എനിക്ക് എന്തുവാടാ കുഴപ്പം? അവിടെ നല്ല കൊച്ചില്ലയോ? നല്ല ദൈവമേ, നീർക്കുന്നത്തെ കമലമ്മയുടെ മോളെന്നല്ല പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന കടല് കണ്ട, ഈ കടലാണ് അവളെ വളർത്തിയത്. അവിടെ കാലം ഒരു മുള്ളുപോലും കൊള്ളാതെ അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. കടലമ്മേ? ആ, അപ്പൊ നീ സ്നേഹിച്ച പെങ്കൊച്ച ഒരു മത്സ്യ കന്യകയാണ്. ഒരു മത്സ്യ കന്യകയാണെന്ന്. എന്റെ തമ്പുരാന്, മത്സ്യകന്യക! എടാ, നീ അപ്പൊ ഇവിടെ കടലിൽ മീൻ പിടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് മത്സ്യകന്യകളെ കൂടെ പ്രേമിച്ച് നടക്കുവായിരുന്നില്ല ഇവിടെ. ഇതൊക്കെ നാട്ടുകാരോട് പറഞ്ഞാൽ വിശ്വസിക്കുമ്പോടാ. എന്റെ പൊന്നു ചേർക്ക, ഈ മത്സ്യകന്യൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തുറ മുടിയുവടാ. എന്ന് വെച്ചാ ഫ്ലാറ്റ് അല്ലേ ഉണ്ടാക്കി മുടിയുവ.
ഒരു പോസ്റ്റ് ഉണ്ട്, അതിനകത്ത് ബൾബ് ഇടക്കിടക്ക് എന്നോട് ചോദിക്കും ഇന്ന് കത്തണോ നാളെ കത്തണോന്ന്. അപ്പോഴാണ് പറയുന്നത് തുറമുടി വന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാച്ചാ. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ വല്ല അമർച്ചിത്രകഥയെ വായിച്ച് നിനക്ക് ഭ്രാന്ത് പിടിച്ചാന്നോടാ? ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയത്തുള്ളൂ എനിക്കറിയാം. ഈ കഥയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ സത്യമാണ്. 1-2 കൊല്ലമല്ല, 1.5 വർഷമായി ഞാൻ അവളും തമ്മിൽ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ പെണ്ണിനെ കെട്ടാതിരുന്ന വല്ല കുഴപ്പമുണ്ടോ? ചവച്ചട്ടെ കോളാമ്പിയാന്നും പറഞ്ഞ് എന്റെ ചെവിക്കകത്ത് തുപ്പി വെച്ച് ഒറ്റ ഓടിക്കലായിരുന്നു ഞാൻ അവരെ. നീ മിണ്ടരുതാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലോ ആ ഭാര്യയുടെ മോളെ കല്യാണം കഴിക്കാൻ. മിണ്ടി പോരുത്. ഭാർഗവിയുടെ കാര്യം എന്ത് പറഞ്ഞാലും ഒരു അമ്മച്ചിമാരുണ്ട്. ഈ ഭാർഗവിയുടെ മോളെ കെട്ടാൻ പറഞ്ഞ എന്തിനാന്നറിയാവാ? അവിടെ ചെന്നിട്ട് ഈ ഭാർഗവി എന്ന് പറഞ്ഞ അമ്മച്ചിയെടുത്ത് പറയുവാണ്, എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കാരാകുമല്ലോ, അപ്പൊ ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ അവൻ വന്ന് വഴക്കുണ്ടാക്കത്തില്ലെന്ന്. അതൊക്കെ ഞാൻ അറിഞ്ഞ് ഇനി ഭാർഗവിയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. ആഹാ പറഞ്ഞു അങ്ങ് കേറി വന്നു. എവിടെ പോവാ? നിന്നോട് എത്ര ആളോട് പറയണ ഒരു കല്യാണം കഴിക്കുക അല്ലാതെ കഴിക്കുന്നത്? എന്താണ് നിനക്ക് കുഴപ്പം? അച്ഛനോട് ഇനിയെങ്കിലും ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അച്ഛാ. എന്റെ പൊന്നുമക്കളെ, ഇത് അച്ഛനോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാനല്ലോ. അയ്യോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തുവാ പ്രശ്നം? ഞാൻ കല്യാണം കഴിക്കാൻ അവള് സമ്മതിക്കത്തില്ല. ഏതവളാടാ എന്റെ മോളെ കല്യാണം മുടക്കാൻ ഇവിടെ വന്നത്? മീനാക്ഷി, ഭാർഗവി, തങ്കമ്മ, ഇങ്ങോട്ടിറങ്ങി വാടി. ആഹാ, എന്റെ മോളെ കല്യാണം മുടക്കുന്നത് ഈ തുറയിൽ ആരാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ അറിയണവാ. ചെമ്പൻ കുഞ്ഞിൽ നിന്ന് പൊളക്കുന്നു. എന്ത് പറഞ്ഞാലും ഭാർഗവിയും തങ്കമ്മയും മീനാക്ഷി ഇവരാരുമല്ല എന്റെ കല്യാണം മുടക്കിയേക്കുന്നത്. ആരാടാ? ഞാൻ ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. എന്റെ പൊന്നു മക്കളെ, ഇത് അച്ഛനോട് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അച്ഛൻ നടത്തി തരുമല്ലോടാ ഈ കല്യാണം. പറ, എവിടാ അവരുടെ വീട്? കുറച്ച് ദൂരെയാണ്. ദൂരെയാണെന്നേ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ചങ്ങ് പോവാം. ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അടുത്ത ഞായറാഴ്ച അവരോട് ഇങ്ങോട്ട് വരാൻ പറ. നമുക്ക് ഇവിടെ ഇരുന്നൊരു തീരുമാനം എടുക്കാമല്ലോ. അവർക്കാർക്കും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. കെട്ടാതിരുന്ന വല്ല കുഴപ്പമുണ്ടോ? കെട്ടാതിരുന്ന പ്രശ്നമാണ്. എന്തോ പ്രശ്നം? ഞാനെങ്ങാനും അവളെ ചതിച്ചെന്നറിഞ്ഞ അവള് കരയും. അവിടെ കണ്ണീര് തുറ വീണ നമ്മുടെ തുറ മുടി വെച്ചാ. ഒരു കാര്യം ചെയ്യ്, അവളോട് കടലിൽ പോയി കിടന്ന് കരയാൻ പറ. അതാകുമ്പോ ഒഴുകി അങ്ങ് പൊക്കോളുമല്ലോ. അത് മാത്രമല്ല, അവൾ എന്നോട് പറഞ്ഞെന്തോന്നറിയാമോ? ചേട്ടനെ അല്ലാതെ വേറെ ആരെയും കെട്ടത്തില്ലെന്നും പറഞ്ഞ അവൾ ഒറ്റ വാലയെ കുത്തി ശബ്ദം ചെയ്തേക്കുവാണ്. ഒറ്റക്കാലം ശബ്ദം ചെയ്യുന്നില്ല. അവ കൊള്ളതല്ലേ കുത്താൻ പറ്റത്തുള്ള. കുത്തിയാൽ എന്തുവാടാ ചെറുക്കാൻ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെയാടാ ഈ ചതിക്കുഴി ചെന്ന് പെട്ടത്? ഒരു ദിവസം എന്റെ വള്ളം മറിഞ്ഞ കഥ പറഞ്ഞില്ലേ? വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ വീണ് ചാകാൻ പോയി എന്നെ ഇവള് വന്ന് കോരി എടുക്കുകയായിരുന്നു. കോരി എടുത്ത് വള്ളത്തിനകത്ത് കൊണ്ട് നിർത്തി. എന്നിട്ട് എന്നോട് കുറെ നേരം സംസാരിച്ച്. എന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ ഇനി എന്റെ സംസാര രീതി കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, അവക്ക് എന്നെ പ്രേമമാന്ന് അവള് പറഞ്ഞു. ആ ഒരു സമയത്ത് ഞാനും അവളെ ഇഷ്ടമാന്ന് അങ്ങ് പറഞ്ഞു. ഇനിയിപ്പൊ ആര് പറഞ്ഞാലും അവളെ മറക്കാൻ പറ്റത്തില്ല അച്ഛാ. എന്തുവാണ് ഓർക്കുന്നത്? അല്ല, ഞാൻ എത്രയോ തവണ വള്ളം കൊണ്ടുപോയി മറിഞ്ഞു വീണിരിക്കുന്നു. വള്ളം കുടിച്ചെന്റെ പള്ള വീർത്തതല്ലാതെ ഒരു നെത്തോലി കുഞ്ഞു പോലും എന്നെ രക്ഷിക്കാൻ വന്നില്ലല്ലോ. അത് ശരി. അപ്പൊ അതായിരുന്നു ഇവിടെ ആലോചിക്കൊണ്ടിരുന്നത്. വള്ളം പോയി ഞാൻ ഇതിനകത്ത് പെട്ട് കിടക്കുന്ന കാര്യം ആലോചിച്ച് സങ്കടപ്പെടുവാന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ അങ്ങേർക്ക് നെത്തോലിയെങ്കിലും കെട്ടിയാ മതി എന്ന്. ഇതൊക്കെ പറയുന്ന കേട്ട് ആദ്യ കേട്ടി എനിക്ക് എനിക്ക് തുള്ളി കഞ്ഞി കുടിക്കണോടാ. അഴിച്ചതെല്ലാം തികച്ചു. അവന്റെ ഒരു മത്സ്യകന്യക. അയ്യോ, ഏതായാലും അച്ഛൻ ഒരുവിധം സമ്മതിച്ച മട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അവളൊന്ന് വന്നിരുന്നെങ്കിൽ ഈ സന്തോഷം അവളോട് പറയായിരുന്നു.